നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഋഷിപ്രോക്തം എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കാർത്തിക നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലമാണ്. കൊല്ലവർഷം 1202 ആണ്ട് കാർത്തിക നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ടാകും, അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെയുള്ള സമയങ്ങൾ കാർത്തിക നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ടാകും. മേടം, ഇടവം എന്നീ 2 കൂറുകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു മുറി നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാർക്ക് 2 കൂറിൽപ്പെട്ടവർക്കും ഈ വർഷം ലഭിക്കാൻ പോകുന്ന അത്യന്തം വിശേഷപ്പെട്ട ഫലങ്ങളാണ്. ഈ വർഷം വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി, അനുകൂല സ്ഥിതി കാർത്തിക നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനും ഭാഗ്യത്തിന് വർധന ഉണ്ടാകുന്നതിനും തൊഴിൽ പുരോഗതി ലഭിക്കുന്നതിനും സഹായകരമാകുന്ന വർഷമായിരിക്കും. വീഡിയോ അവസാനം വരെ കാണുക. വിലപ്പെട്ട അറിവുകളുണ്ട്. നമുക്ക് തുടർന്ന് മുന്നോട്ട് പോകാം. ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. വ്യാഴ ഭഗവാന്റെയും മഹാവിഷ്ണുവിന്റെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ പങ്കിടാം. ആദ്യം കാർത്തിക നക്ഷത്രക്കാരുടെ പൊതുഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. കാർത്തിക നക്ഷത്രക്കാർക്ക് 1202 ആണ്ട് പുരോഗതി നിറഞ്ഞ വർഷമായിരിക്കും. വ്യാഴം കർക്കിടകത്തിൽ ഉച്ചസ്ഥിതിയിലാണ്. അതിനുശേഷം ചിങ്ങത്തിലേക്കും പിന്നീട് വീണ്ടും കർക്കിടകത്തിലേക്കും ഒക്കെ വരുന്നുണ്ട്. വ്യാഴത്തിന്റെ സ്വാധീനം നല്ല രീതിയിൽ ലഭിക്കുന്ന വർഷമാണ്. അതുകൊണ്ട് തന്നെ ഭാഗ്യാനുഭവങ്ങളും ആഗ്രഹ സാഫല്യവും ശക്തമായി ലഭിക്കുന്ന വർഷമാണ്. ഇനി തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. തൊഴിൽപരമായി കാർത്തിക നക്ഷത്രക്കാർക്ക് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. വർഷത്തിന്റെ ഭൂരിഭാഗം സമയവും കാർത്തിക നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ അനുഗ്രഹം തൊഴിലിൽ ലഭിക്കുന്നതാണ്. അതുമൂലം തൊഴിലിൽ നല്ല പുരോഗതി ഉണ്ടാകും. ദീർഘകാലമായി കാത്തിരുന്ന സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നതിനും പ്രമോഷൻ, അനുകൂല സ്ഥലങ്ങളിലേക്കുള്ള സ്ഥാനമാറ്റം തുടങ്ങിയവയും ഒക്കെ ലഭിക്കുന്നതാണ്. കൂടാതെ ശമ്പള വർധനവ് പോലെയുള്ള നല്ല ഫലങ്ങളും ലഭിക്കുന്നതാണ്. തൊഴിലില്ലാത്തവർക്കാണെങ്കിൽ പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. സർക്കാർ മേഖലയിലോ പ്രമുഖ മൾട്ടിനാഷണൽ മേഖലയിലോ ഒക്കെ തൊഴിൽ ലഭിക്കുന്നതിനും അനുകൂല സമയമാണ്. ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ വ്യാപാരത്തിൽ വിപുലീകരണം നടത്തുന്നതിനും വികസിപ്പിക്കുന്നതിനും അതിൽ നിന്ന് അനുകൂലമായിട്ടുള്ള നേട്ടങ്ങൾ ലഭിക്കുന്നതിനും ഒക്കെ അനുകൂല സമയമാണ്. കാത്തിരുന്ന ദിനങ്ങൾ നിങ്ങളെ തേടി വരും സ്വർണ്ണ തിളക്കത്തോടെ. കാർത്തികക്കാർക്ക് ഇത് ഉയർച്ചയുടെ കൊടുങ്കാറ്റ് വീശുന്ന കാലമായി. ഇനി നമുക്ക് സാമ്പത്തിക കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. ഒന്നിലധികം വരുമാന സ്രോതസ്സുകളിൽ നിന്ന് കാർത്തികക്കാർക്ക് ധനലാഭം ഉണ്ടാകുന്നതാണ്. വീട്, ഭൂമി എന്നിവയൊക്കെ വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ആ ആഗ്രഹം സബലീകൃതമാകുന്നതാണ്. വാഹനം, സ്വർണ്ണാഭരണങ്ങൾ തുടങ്ങിയ ആഡംബരപരമായിട്ടുള്ള കാര്യങ്ങൾ വാങ്ങുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. കുടുംബം, വിവാഹം തുടങ്ങിയ കാര്യങ്ങളെ പരിശോധിക്കാം. അവിവാഹിതർക്ക് നല്ല വിവാഹ ബന്ധം ലഭിക്കുന്നതിനുള്ള അനുകൂല സമയമാണ്. സന്തതി ഭാഗ്യം കാക്ഷിച്ചിരുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് സന്താനങ്ങളെ ലഭിക്കാനുള്ള അനുകൂല സമയമാണ്. കുടുംബ ബന്ധങ്ങൾ ശക്തമാകുന്നതാണ്. വിദേശത്തുള്ള ബന്ധുക്കളുമായി ഒത്തുചേരാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. സുഖിനഃ സന്തു സർവേ ജനാഹ. എല്ലാവർക്കും സന്തോഷം ഉണ്ടാകട്ടെ. ഇനി കാർത്തിക നക്ഷത്രക്കാരുടെ ആരോഗ്യം ഈ വർഷം എങ്ങനെയുണ്ടാകും എന്ന് പരിശോധിക്കാം. പൊതുവെ ആരോഗ്യസ്ഥിതി മെച്ചതാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ എല്ലായ്പ്പോഴും ഉന്മേഷം ഉണ്ടാകുന്നതാണ്. പഴയ രോഗങ്ങളുള്ളവർക്ക് പോലും അത് ശമനം ഉണ്ടാകുന്നതാണ്. മാനസിക സമാധാനവും വർദ്ധിക്കുന്നതാണ്. അത് ആരോഗ്യത്തിൽ പ്രതിഫലിക്കുന്നതുമാണ്. ഇനി ഞാറ്റുവേലയും പ്രധാന തുടക്കങ്ങളും ഒക്കെ കാർത്തികക്കാരെ സംബന്ധിച്ച് ഫലങ്ങൾ എന്തൊക്കെയാകുമെന്ന് നോക്കാം. ചിങ്ങം മുതൽ ധനു വരെയുള്ള മാസങ്ങൾ കാർത്തികക്കാർക്ക് അനുകൂല തുടക്കം ഉണ്ടാകുന്നതിനുള്ള സാഹചര്യമുണ്ട്. പൊതുവെ ഈ മാസങ്ങളിൽ സാമ്പത്തിക നേട്ടം കൂടുതലായിരിക്കും. പുതിയ കോൺട്രാക്റ്റുകളൊക്കെ ലഭിക്കാം. മകരം മുതൽ മേടം വരെയുള്ള കാലയളവിൽ തൊഴിലിൽ കൂടുതൽ അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ്. തീർത്ഥാടന യാത്രകളൊക്കെ ഉണ്ടാകുന്നതാണ്. ഇടവം മുതൽ കർക്കിടകം വരെയുള്ള കാലങ്ങളിൽ വീട് നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. കൂടാതെ സന്താനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ശുഭവാർത്തകൾ മനസ്സിന് സന്തോഷം പകരുന്നതുമാണ്. ചൊവ്വ, വ്യാഴം എന്നീ ദശാകാലങ്ങൾ അനുഭവിക്കുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് ഗുണഫലങ്ങൾ അല്പം ഒന്ന് കുറഞ്ഞേക്കാം. മറ്റ് ദശാകാലങ്ങൾ അനുഭവിക്കുന്നവർക്ക്, നിലവിലുള്ളവർക്ക് കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതാണ്. വ്യക്തിഗത ജാതകങ്ങൾക്കനുസരിച്ചും ശുഭഫലങ്ങൾ ഈ പറഞ്ഞ ഫലങ്ങളിൽ അല്പസ്വല്പമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് വരാം. ഇനി നമുക്ക് കാർത്തിക നക്ഷത്രക്കാർ ചെയ്യേണ്ട ദോഷപരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വ്യാഴാഴ്ച ദിവസങ്ങളിൽ പതിവായി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. ഓം ഗുരുവേ നമ എന്ന മന്ത്രം 108 പ്രാവശ്യം നിത്യം ജപിക്കുക. വ്യാഴാഴ്ചകളിൽ നിത്യം മഞ്ഞ വസ്ത്രം ധരിക്കുക.
മഞ്ഞൾ ദാനം ചെയ്യുക, അന്നം ദാനം ചെയ്യുക, ദീപം തെളിയിച്ചുകൊണ്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കുക, പിതൃക്കൾക്ക് ശ്രാദ്ധം, തർപ്പണം ഇവയൊക്കെ ചെയ്യുക. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രത്തെ നിത്യം ജപിക്കുക. വ്യാഴാനുഗ്രഹം നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ജീവിതം സ്വർണപാതയിലൂടെ യാത്രയാകും. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വർഷം സ്വർണപ്രഭയുടെ ദിവ്യപ്രകാശം ജീവിതത്തിൽ അലയടിക്കട്ടെ. കൊല്ലവർഷം 1202 ആണ്ടിന്റെ സമ്പൂർണ്ണ നക്ഷത്രഫലം കാർത്തികക്കാർക്ക് എങ്ങനെ ഉണ്ടാകുമെന്നാണ് നാം ഇതുവരെ പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തു വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. മറ്റു നക്ഷത്രങ്ങളുടെ സമ്പൂർണ്ണ നക്ഷത്രഫലവുമായി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാണാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം, ശുഭദിനം.